ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ADGP MR അജിത് കുമാറിന്റെ വീടിന്റെ കല്ലിടൽ ദൃശ്യങ്ങൾ, വീട് നിർമ്മാണത്തിന് മുമ്പുള്ള കല്ലിടൽ ദൃശ്യങ്ങൾ അത് ന്യൂസ് 18 ലഭിച്ചു. ADGPയുടെ വീടിന്റെ കല്ലിടൽ ചടങ്ങിന്റെ ദൃശ്യമാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നേരത്തെ കവടിയാറിൽ കോടികൾ വിലമതിക്കുന്ന ആ ഭൂമിയിൽ ഒരു ബംഗ്ലാവ്, ഒരു കൊട്ടാരം പണിയുന്നു എന്നുള്ളത് PV അൻവറിന്റെ പ്രതികരണമായിരുന്നു, വെളിപ്പെടുത്തലായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ പിന്നാലെയാണ് ന്യൂസ് 18 സംഘം ആ സ്ഥലത്തേക്ക് പോകുന്നതും VV അരുൺ ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആദ്യമായി എത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ കല്ലിടൽ ദൃശ്യങ്ങളിലേക്ക് വരുന്നു. അരുൺ, PV അൻവർ MLA വെളിപ്പെടുത്തലായിരുന്നു അത്. ആ ഗോൾഫ് ആ കോഴ്സിന് തൊട്ടടുത്ത് തന്നെ, കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ, ഇത്രമാത്രം സമ്പന്നർ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് 60 ലക്ഷത്തിലേറെ രൂപ ഒരു സെന്റിന് വില വരുന്ന ഇടത്ത് ADGPയുടെ മണിമാളിക ഉയരുന്നു എന്നുള്ളത്. ഇതിന്റെ കല്ലിടൽ ചടങ്ങ് എന്നാണ് നടന്നത്? അരുൺ, കല്ലിടൽ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അദ്ദേഹത്തിന്റെ കവടിയാറിലെ നമ്മൾ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വീടിന്റെ കല്ലിടൽ ചടങ്ങാണ്. അദ്ദേഹവും കുടുംബവും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നേരത്തെ PV അൻവറാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. കവടിയാറിൽ രാജകുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന, മുൻ രാജകുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി, അവിടെ MA യൂസഫ് അലിയെ പോലുള്ള ധനാഢ്യർ താമസിക്കുന്നതിന് സമീപത്ത് ADGP അജിത് കുമാർ വീട് നിർമ്മിക്കുന്നു. അത് കോടികൾ വില വരുന്ന ഭൂമിയാണ് എന്ന ആരോപണമാണ് പ്രധാനമായും അൻവർ ഉന്നയിച്ചത്. ആ സ്ഥലമാണ് നേരത്തെ ദൃശ്യങ്ങളിലൂടെ കണ്ടത്. ആ വീടിന്റെ കൃത്യമായ രൂപരേഖയും ഇപ്പോൾ പുറത്തുവിടുന്ന ചിത്രങ്ങളിൽ ഉണ്ട്. ആ വീടിന്റെ കൃത്യമായി എങ്ങനെയാകും വീട് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എങ്ങനെയാകും ഉണ്ടാകുക എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട്. അദ്ദേഹം കുടുംബാംഗങ്ങളോടൊപ്പം അവിടെ എത്തിയ സ്ഥലത്ത് പൂജ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഏതായാലും അജിത് കുമാറിനെതിരെ കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ വീട് അത്യന്തം ധനാഢ്യർ താമസിക്കുന്ന സ്ഥലത്താണ്. കോടികളുടെ ഭൂമി വാങ്ങണമെങ്കിൽ പോലും കോടികൾ വേണം. 50 ലക്ഷമെങ്കിലും കുറഞ്ഞത്, 60 ലക്ഷം വരെ എന്നൊക്കെ അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. 50 ലക്ഷം രൂപയെങ്കിലും ഒരു സെന്റിന് വില വരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എത്ര രൂപയ്ക്കാണ് അജിത് കുമാർ ഇത് വാങ്ങിയത്? അത് സർക്കാരിനെയും പോലീസിനെയും അറിയിച്ചിട്ടുണ്ടോ? ചട്ടപ്രകാരമാണോ അതിന്റെ കാര്യങ്ങൾ? ഈ യഥാർത്ഥ വില കൊടുത്തു തന്നെയാണോ വാങ്ങിയത്? തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഭൂമിക്കടിയിലും നിലയുള്ള പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ലിഫ്റ്റ് സംവിധാനം അടക്കമുള്ള വീടാണ് അവിടെ പണിയാൻ പോകുന്നത്. അതിന്റെ തുടക്കമാണ്, പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് കൃത്യമായ സാമ്പത്തിക സ്രോതസ് സ്വാഭാവികമായ ഒരു IPS ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തേണ്ടി വരും. അത് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ അറിയിക്കേണ്ടി വരും. അത് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയുള്ള ഭൂമിയുടെ ന്യായവില, ഫെയർ വാല്യൂ തന്നെ ലക്ഷങ്ങൾ വരുന്നതാണ്. ആ അത്ര തുകയെ ചിലവാക്കിയാണോ, അല്ലെങ്കിൽ അത്രയും രേഖകൾ കാണിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എത്രയാണ് ആ രേഖകൾ കാണിച്ച തുക? തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. ഏതായാലും സംസ്ഥാന പോലീസിലെ ഏറ്റവും ശക്തനായ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് സർക്കാരിന്റെ തന്നെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ CPMന്റെ പ്രധാനികളുടെ, സർക്കാരിലെ പ്രധാനികളുടെയും പിന്തുണയുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും MR അജിത് കുമാറിനെതിരെ സർക്കാർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വൈകാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കുകയും ചെയ്യും. കൂറ്റൻ വീടാണ് പദ്ധതിയിലുള്ളത്. ADGP MR അജിത് കുമാർ IPS റെസിഡൻസ്, അദ്ദേഹത്തിന്റെ വീടിന്റെ രൂപരേഖയാണ് നമ്മൾ കണ്ടതും. ആ വീടിന്റെ ഒരു മിനിയേച്ചർ ഫോമിന്റെ ചിത്രമാണ് കാണുന്നത്. ഒപ്പം കല്ലിടൽ ദൃശ്യങ്ങളും നമുക്ക് കാണാം. കല്ലിടൽ നടക്കുന്നു, കല്ലിടൽ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ളതാണല്ലോ അരുൺ. വീടിന്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം, അതിന്റെ ഒരു എത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ളതിലൊക്കെ ഒരു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരമൊരു കാര്യം അത് വളരെ വ്യക്തമാണ്. കാരണം ചെറിയ വീടല്ല എന്നുള്ളത് വ്യക്തമാണ്. 15,000 സ്ക്വയർ ഫീറ്റോളം വരുമെന്നാണ് അൻവർ പറഞ്ഞത്. പക്ഷെ അത്രയും ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും അത്ര ചെറുതല്ലാത്ത ഒരു അതിന്റെ ഒരു മാതൃക തന്നെ, ഒരു കവടിയാർ കൊട്ടാരത്തിന് സമീപമുള്ള വീടാണ്. സമാനമായ ഒരു കൊട്ടാര മാതൃക എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ആ വീടിന്റെ ഇത് ആ ഒരു മോഡൽ കാണുമ്പോൾ, പ്ലാൻ കാണുമ്പോൾ, ആ വീട് നിർമ്മിക്കാൻ
ഉദ്ദേശിക്കുന്ന ആ പ്ലാൻ കാണുമ്പോൾ സ്വാഭാവികമായും ആ വീടിന്റെ ഒരു രൂപമൊക്കെ കൃത്യമായി തന്നെ ഈ നമ്മൾ പുറത്തുവിട്ട ചിത്രങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിൽ വളരെ വ്യക്തമാണ്. വലിയ ആഡംബര വീട് തന്നെയാണ്. 15,000 സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ലെങ്കിലും സ്വാഭാവികമായും ആ പ്രദേശത്ത് 10 സെന്റിലാണ് വീട് വരുന്നത്. ഒരു സെന്റിന് തന്നെ 50 ലക്ഷം രൂപയെങ്കിലും വരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 5 കോടി രൂപ അത് മാത്രമാകും. നിർമ്മാണ ചെലവ് അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ ഒരു ഭൂമിക്കടിയിലേക്ക് ഒരു നില അവിടെ പാർക്കിംഗ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അത്രയധികം ആഡംബരമുള്ള അത്രയധികം പണം ചിലവാക്കിക്കൊണ്ടുള്ള വീട് നിർമ്മാണത്തിന് എം.ആർ. അജിത് കുമാറിന്റെ സാമ്പത്തിക സ്രോതസ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വരുമാനത്തിനപ്പുറത്തേക്ക് എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ അത് കൃത്യമായി ഒരു IAS ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും കൃത്യമായി ബോധിപ്പിക്കണം തന്റെ വരുമാനവും അതുപോലെ തന്നെ ചെലവും ഒക്കെ. അതിനപ്പുറത്തേക്ക് ഉള്ള അല്ലെങ്കിൽ അത് ആ രീതിയിൽ ചെലവ് കൃത്യമായി ബോധിപ്പിക്കാതെയാണോ നിർമ്മാണം എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും സർക്കാരിന്റെ അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങളും വരാനാണ് സാധ്യത. ഇവിടെ തന്നെ മറ്റൊരു ഭൂമി കൂടി അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ സ്രോതസ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി മാറും. മാത്രമല്ല അരുൺ, ഇത്രമാത്രം സെന്റ് സ്ഥലം 10 സെന്റ് സ്ഥലം അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ അൻവർ MLA ആരോപണം ഉന്നയിച്ചതിൽ മറ്റൊരു 12 സെന്റ് സ്ഥലം